നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്രിമിനൽ സൈക്കോളജി. പൊതുവെ എല്ലാ സൈക്കോളജി സ്റ്റുഡൻസും ഭയങ്കര ത്വര കാണിക്കുന്ന ഒരു ഫീൽഡായത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനടക്കം മുമ്പ് പഠിക്കുന്ന ഫസ്റ്റ് സമയത്ത് ക്രിമിനൽ സൈക്കോളജി പഠിക്കാൻ പോകുന്നായിരുന്നു ആദ്യമേ പറയാറ്. ഡിഗ്രീൻ്റെ ഫസ്റ്റ് ടൈമിൽ ക്രിമിനൽ സൈക്കോളജി പിന്നെ സ്കോപ്പ് കുറവാണ്, നമ്മുടെ നാട്ടിൽ സ്കോപ്പ് എല്ലാ കാര്യങ്ങളും കുറവാണ്. പിന്നെ അങ്ങനെ പറഞ്ഞ എല്ലാവരും തളർത്തി കളഞ്ഞപ്പോൾ പിന്നെ അത് വിട്ടതാണ്. പൊതുവെ ക്രിമിനൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആകുന്ന ഒരു ഏരിയ ആണിത്. ക്രൈംസ്, കുറ്റവാളികൾ, കുറ്റകൃത്യങ്ങൾ അല്ലേ. അങ്ങനെ ഈ ഒരു ഏരിയൻ്റെ ഒരു പ്രത്യേക താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ക്രിമിനൽ സൈക്കോളജി അവരാണോ ക്രിമിനോളജിസ്റ്റ് ആവുമ്പോൾ? ഇതാണ് അല്ലല്ലോ, ക്രിമിനൽ സൈക്കോളജി പഠിച്ചിട്ടല്ലോ ക്രിമിനോളജിസ്റ്റ്. അല്ല, ക്രിമിനോളജിസ്റ്റും ക്രിമിനൽ സൈക്കോളജിയും വേറെ വേറെയാണ്, അവരുടെ ഡ്യൂട്ടീസ് വേറെയാണ്. പക്ഷെ നമുക്ക് ഒന്നായിട്ട് തോന്നുമെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ രണ്ട് തസ്തികകളും തമ്മിലുണ്ട്. ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടെ സൈക്കോളജിക്കൽ എലമെൻസും കൂടെ വരും. ക്രിമിനോളജി എന്ന് പറയുമ്പോൾ അതിൽ സൈക്കോളജിക്കൽ എലമെൻസ് ഇല്ല, അതല്ലാതെ ലോസും കാര്യങ്ങളും നിയമങ്ങളും കുറച്ച് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മിക്സ്ഡപ്പ് ആയിട്ടാണ് ക്രിമിനോളജി വരുന്നത്. ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പം ഒക്കെ കൂടെ മിക്സ്ഡാണ്. ലീഗൽ ഇഷ്യൂ ഉണ്ടാവും, അത് നമുക്ക് ഉറപ്പാണ് അല്ലേ. ലോ ഉണ്ടാവും, ലോ ഇല്ലാതെ ഒരു ക്രിമിനൽ സൈക്കോളജി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ലോ ഉണ്ടാകും, പിന്നെ അതേപോലെ ക്രിമിനോളജി ഉണ്ടാകും. ക്രിമിനൽസിനെ പറ്റി പഠിക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ ക്രിമിനോളജി എന്ന് പറയുന്നത്. ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പം എന്തുകൊണ്ട് അവർ ക്രിമിനൽസായി, അതിൻ്റെ ബിഹൈൻഡ് റീസൺ എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ബിഹേവിയറിനൊക്കെ പറ്റി പഠിക്കുമ്പോഴാണ് അത് ക്രിമിനൽ സൈക്കോളജി ആയിട്ട് മാറുന്നത്. ഈ ഒരു ഏരിയ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? കേൾക്കുമ്പോൾ ഒരു ത്വര തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? എങ്ങനെ ഫിലിംസ് കാണാനൊക്കെ ഇഷ്ടമാണല്ലേ. പിന്നെ ഫോറൻസിക് മൂവി ആയിക്കോട്ടെ, രാക്ഷസനായിക്കോട്ടെ അല്ലെ. രാക്ഷസനാണ് ഹിറ്റായത് ഫസ്റ്റ് ഈ ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സീരിയൽ കില്ലിങ്ങിൽ അല്ലേ. ആ ഒരു ടൈമിൽ അത് ഭയങ്കര തരംഗമായിരുന്നു ആ ഒരു മൂവി. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ക്രിമിനൽ സൈക്കോളജി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ഒരു സൈക്കോളജി ഉണ്ട്. ഈവൻ നമ്മുടെ ജോളി ഇല്ലേ, ജോളിയുടെ ബിഹൈൻഡ് ഒരു ക്രിമിനൽ സൈക്കോളജി ഉണ്ട്. എങ്ങനെ അത് ഫോറൻസിക് ആണ് ആള്. അതിൽ നമുക്കത് പഠിക്കാനുണ്ട്. നമുക്കത് ഇതിലെല്ലാത്തിലും ഇതിൻ്റെ എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, ഓരോ കുറ്റകൃത്യത്തിലും നമുക്ക് ഇതൊരു എലമെൻറ്റ്സ് കാണാൻ പറ്റും. അതെങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഈ ബേസിക്കലി ക്രിമിനൽ സൈക്കോളജി എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്? ക്രിമിനൽസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ക്രിമിനൽസിൻ്റെ പെരുമാറ്റങ്ങൾ, അവരുടെ ബിഹേവിയർ, അവരുടെ ഇമോഷൻസ്, അവരുടെ മോട്ടിവേഷൻസ്, അവരുടെ തോട്ട്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ് പോകുന്നത്. ഒരാളെ കൊല്ലുക, ഈ ക്രിമിനൽസ് എന്ന് പറയുമ്പം ഒരാളെ കൊല്ലുന്നത് മാത്രമല്ല ക്രൈം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾ ഒരാളുടെ മാല മോഷണം ചെയ്താലും അതൊരു ക്രൈമാണ്. സൈബർ ക്രൈം ഉണ്ട്, അതായത് വയലൻ്റ് ക്രൈം ഉണ്ട്, പ്രോപ്പർട്ടി റിലേറ്റഡ് ക്രൈം ഉണ്ട്, നോൺ വയലൻ്റ് ക്രൈം ഉണ്ട്. വയലന്റ് ക്രൈം എന്ന് പറയുമ്പോൾ നമ്മൾ സീരിയൽ കില്ലിങ്, ഒരാളെ ഉപദ്രവിക്കുക, ശാരീരികമായി ഫിസിക്കലി ഹറാഷ് ചെയ്യുക, ഫിസിക്കലി ഉപദ്രവിക്കുക. ആൻഡ് പ്രോപ്പർട്ടി റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മോഷണം നടത്തുക അല്ലെ, കാറ് പിന്നെ അല്ലെങ്കിൽ ഫോണ് അടിച്ചുകൊണ്ട് പോവുക അല്ലെ, ഇതൊക്കെ ക്രൈം തന്നെയാണ്. ഇനി ഇതല്ലാതെ നോൺ വയലൻ്റ് ക്രൈം എന്ന് പറയുമ്പോൾ സൈബർ ക്രൈം, നമ്മുടെ ഡാറ്റാസ് വേറെയായിട്ട് മാറ്റുക അല്ലെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് ക്രൈമിൽ പെടുന്ന. ഇപ്പോൾ പിന്നെ വോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു ലേഡി, ആൾ 22 വോട്ടാണ് ആളുടെ പേരിൽ, അതായത് ഒരു ഇന്ത്യക്കാരിയേ അല്ല, അതൊരു ക്രൈമാണ്. ഇതൊരു സൈബർ ക്രൈം എന്ന് അതെ, ആളുടെ ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ക്രൈമാണ്. പക്ഷെ വയലൻസ്, നോൺ വയലൻസ്, പ്രോപ്പർട്ടി റിലേറ്റഡ് ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ക്രൈമുകളുണ്ട്. ഓക്കെ, ഈ പല ടൈപ്പ് ഓഫ് ക്രൈമുകളെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിലിനെ പറ്റിയിട്ടും പഠിക്കുന്നതാണ് ക്രിമിനോളജി.
ക്രിമിനൽസിൻ്റെ തോട്ട്സ്, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ബിഹേവിയർ, അവരുടെ മോട്ടിവേഷൻസ്, അവരുടെ ഇമോഷൻസ്, ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചിനെയാണ്, ഒരു ശാഖയെയാണ് നമ്മൾ ക്രിമിനൽ സൈക്കോളജി എന്ന് വിളിക്കുന്നത്. അതായത് ഇതിൽ സൈക്കോളജി ഉണ്ട്, ഇതിൽ ക്രിമിനോളജി ഉണ്ട്, ഇതിൽ ലോയും ഉണ്ട്. ലോ ഇല്ലാതൊരു ക്രൈം ഇല്ലല്ലോ. ഇത് മൂന്നും കമ്പൈൻ ചെയ്ത ഒരു പഠനശാഖ ആണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ക്രിമിനൽ സൈക്കോളജി എന്നുള്ള സെപ്പറേറ്റ് ഒരു ശാഖ കൊടുക്കുന്നത്? വൈ പീപ്പിൾ കമ്മിറ്റ് ക്രൈംസ്, എന്തുകൊണ്ട് ആൾക്കാർ ക്രൈമിലോട്ടേക്ക് പോകുന്നു, എന്തുകൊണ്ട് ചിലർ പോകുന്നില്ല, എന്തുകൊണ്ട് ചിലർ പോകുന്നു, ഇതിൻ്റെ പിന്നോടിയായിട്ടൊരു കാരണം ഉണ്ടാവില്ലേ, ആ കാരണങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഇത് പൊതുവെ എയിം ചെയ്യുന്നത് അവരുടെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുക. ചില ആളുകൾക്ക് ഓരോ പാറ്റേൺ ഉണ്ടാവുക, എസ്പെഷ്യലി സീരിയൽ കില്ലേഴ്സിനാണ് പാറ്റേൺ ഉണ്ടാവുക. അവരുടെ ഈ ഒരു പാറ്റേണും അവരുടെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇനി എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതിൽ ഓൾറെഡി രാക്ഷസ മൂവി കണ്ട ഒരാളാണെങ്കിൽ അതിൽ കറക്റ്റായിട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് ആളുടെ ഒരു കൊലയുടെ രീതി ഇങ്ങനെയാണ്, ആളിനി ഇങ്ങനെയായിരിക്കും കൊല്ലുക എന്നുള്ളത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ആളുടെ ഹിസ്റ്ററി എടുത്തിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലേ, ഒരു ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹെൽപ്ഫുള്ളാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്ന സമയത്ത് ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മോട്ടീവ്സ് മനസ്സിലാക്കുക. ഇയാളെ ഈ ഒരു ക്രൈമിലോട്ടേക്ക് എത്തിച്ചതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ നോർമലി ഉള്ള കാരണങ്ങൾ മാത്രമല്ല, ഡീപ്പ് ഡൗൺ സൈക്കോളജിയിൽ പല പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അയാളുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കാം അല്ലേ. രാക്ഷസൻ തന്നെ മൂവിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൾ വളർന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൾക്ക് ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടായിരുന്നു അല്ലേ, അത് ജീൻ മ്യൂട്ടേഷൻ ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ആളെല്ലാവരും ഒറ്റപ്പെടുത്തി, ആളുടെ ചൈൽഡ്ഹുഡൊക്കെ എങ്ങനെ അതെ എല്ലാവരും കളിയാക്കി. അവസാനം ഒരു പെൺകുട്ടി ആളെടുത്ത് പോകുന്നു, ആ പെൺകുട്ടി റിജക്റ്റ് ചെയ്യുന്നു. ആ റിജക്ഷൻ കുറച്ച് ഹാർഷായി പോയി, അത് അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ എക്സ്ട്രീമാണ്. ആളുടെ രൂപമൊക്കെ അതിൽ നോർമലി ഒരു വ്യക്തിനേക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. നമ്മുടെ മുഖത്തിപ്പോൾ ഒരു കുരു വന്നാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ടാൻ അടിച്ചാൽ തന്നെ നമുക്ക് പുറത്തു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യക്തി ഈ ഭൂമിയിലോട്ടേക്ക് വരുമ്പോൾ അവർ കളിയാക്കുന്ന ചില മീൻസ് അവർ നേരിടുന്ന ചില ഫാക്ടേഴ്സൊക്കെ ഇല്ലേ, അതുതന്നെയാണ് ആ മൂവിയിൽ പറയുന്നത്. അതാണ് അയാളെ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റിയത്. അതുപോലെ വേറെ അടുത്തൊരു മൂവി കണ്ടതാണ്. അതില് ആ കുട്ടി അച്ഛന് ഈ ശവങ്ങള് കത്തിക്കുന്ന ആ ഒരു ജോലിയാണ്. അപ്പൊ അവിടെ അടുത്ത് തന്നെയാണ് അയാളുടെ താമസവും. അപ്പൊ അവരുടെ ഗർഭിണിയായിരുന്നു ഭാര്യ. പക്ഷെ എന്നും ഈ ശവങ്ങളെ കത്തിക്കുന്നതും പിന്നെ അതുമാതിരി അവരുടെ കരച്ചിലൊക്കെ ഇല്ലേ, ഈ തമിഴ് ഫിലിമാണ്. അപ്പൊ അവരുടെ കരച്ചിലും കേട്ട് ഗർഭാവസ്ഥയിലേ അത് കേട്ട് വളർന്ന ചെറുപ്പം തൊട്ട് ആ കുട്ടി അതിനങ്ങടെ അഡിക്റ്റ് ആയി. പിന്നെ ആ കുട്ടിക്ക് പിന്നെ ആ കരച്ചില് കേൾക്കാഞ്ഞാല് ആകെ ഇതാകും. അപ്പൊ ആ കുട്ടി എന്നിട്ട് പിന്നെ കൊല്ലാൻ തുടങ്ങി, ആൾക്കാരെ കൊല്ലുക, ഒറ്റയ്ക്ക് കിട്ടുന്ന ആൾക്കാരെ കൊല്ലുക. എന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ആ കരച്ചില് കാണുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിക്കും. അയ്യോ ഞാൻ ഷെയർ ചെയ്യണ്ട് നമ്മുടെ ആ ഒരു വിജയുടെ മൂവി ഉണ്ടായിരുന്നില്ലേ, എന്താണ് ഒരു 3 Idiots പോലെ 3 കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ. ആ സിനിമയില് ലാസ്റ്റ് അവന്റെ പേര് പറഞ്ഞിട്ടാണ് എന്താണ് വിജയ് ആ മൂവിയില് വിജയ് അവന്റെ പേര് പറഞ്ഞിട്ടാണ് കോളേജിൽ ചേരുന്നത്. സത്യരാജ് പ്രൊഫസറായിട്ട് മെഡിക്കൽ. ആ ആളാണോ? അയാളാണ് ഇപ്പൊ വില്ലനായിട്ട് ഉള്ളതല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ അറിഞ്ഞില്ല ആ മൂവി. അത് അങ്ങനെ ഒരു മൂവിയില്ല. അപ്പൊ അത് ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒരു ക്രിമിനൽ ഞാൻ ഫിലിമിന്റെ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചൈൽഡ്ഹുഡായിട്ടാണ് ഒട്ടുമിക്ക നമ്മുടെ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് വെക്കുന്നത്. ചൈൽഡ്ഹുഡ് ഈസ് ദി മാസ്റ്റർ എന്നാണ് എപ്പോഴും പറയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ടാണ് നമ്മൾ പിന്നീട് പല കാര്യങ്ങളിലെയും ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത് അല്ലേ.
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യമാണെങ്കിലും ദാറ്റ് ഈസ് എ ക്ലിയർ എവിഡൻറ്റ്. അവിടെ ഒരു ക്രിമിനൽ സൈക്കോളജി ഉണ്ട്. ആൾ എന്തുകൊണ്ട് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഡീപ്പായിട്ടുണ്ട്. നമ്മൾ സൈക്കോളജിയിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ ഇതിലും ഒരുപാട് രഹസ്യങ്ങൾ ഇങ്ങനെ ചുരുളയും. ആളുടെ ഇമോഷണൽ സ്റ്റേറ്റ് നോക്കും, ആളുടെ തോട്ട് പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കും. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പോകും ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ആൾ ക്രൈം ചെയ്യുന്നു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ വയലൻറ്റ് ക്രൈം ഉണ്ടാകും, പ്രോപ്പർട്ടി റിലേറ്റഡ് ക്രൈം ഉണ്ടാകും, നോൺ വയലൻറ്റ് ക്രൈമും ഉണ്ടാകും. അതിൽ ഈ ഒരു ക്രിമിനൽ സൈക്കോളജി പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഉണ്ടെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രോബ്ലം, ഒരു ക്രൈം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റീസൺസും കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അയാളെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോ മറ്റ് ഏരിയാസിലോട്ടൊക്കെ മാറ്റാനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ. ക്രൈമും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇയാൾ ഇതേ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും കൊലകൾ നടത്താനുള്ള ചാൻസ് ഉണ്ട്. കൊലകൾ മാത്രമല്ല, മോഷണങ്ങൾ നടത്താനുള്ള ചാൻസസ് ഉണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ റീഹാബിലിറ്റേഷൻ ഓഫ് ഒഫൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒഫൻഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഈ ഒഫൻഡേഴ്സിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടിടുമല്ലോ. അപ്പോൾ ആ സമയത്ത് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഡിപ്രസ്ഡ് മൂഡായിരിക്കും, ചിലപ്പോൾ ആങ്ഷ്യസ് മൂഡായിരിക്കും, ചിലപ്പോൾ ഇവരുടെ പേഴ്സണാലിറ്റിയിൽ ഡീവിയേഷൻസ് ഉണ്ടാകും. അത് നമുക്ക് മനസ്സിലാക്കി അവർക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ക്രിമിനൽസ് എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ വേറൊരാളെ കൊല്ലുന്നുണ്ട് അല്ലെ വേറൊരാളുടെ മോഷണം നടത്തുന്നുണ്ട്, പക്ഷേ അവരുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളും ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവരും സഫറിങ് ആണ്. ഒരു സൈക്കോളജിസ്റ്റായിട്ട് നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് വരിക, മനസ്സിലായോ. അവർ വേറൊരാളെ ഉപദ്രവിക്കുന്നുണ്ട്, യെസ് ഒബ്വിയസ്ലി അത് ഉപദ്രവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കും അയാൾ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത്. ബട്ട് അയാളും ഇന്ന സഫറിങ് മോഡിലാണുള്ളത്. ഒരു കൊലപാതകം ചെയ്യുന്ന ആളാണെങ്കിലും അയാളൊരു സഫറിങ് മോഡിലാണുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് മനസ്സിലായോ? അത് അയാൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി ആങ്കർ ആൻഡ് അഗ്രഷനാണ്. ബട്ട് ആ വ്യക്തിക്കും ട്രീറ്റ്മെൻറ്റ് വേണം, ആ വ്യക്തിക്കും ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതിന് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്രിമിനൽ സൈക്കോളജി ഹെൽപ്ഫുള്ളാണ്. പിന്നെ ലീഗൽ ഫെയർനെസ് എന്ന് പറയുമ്പോൾ ഇത് ചില ആളുകൾ മിസ്യൂസ് ചെയ്യുന്നതും കൂടി ഒരു ഏരിയ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രിമിനൽസിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ്, മാനസികാവസ്ഥ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുള്ളാകും. അതായത് ക്രൈം ചെയ്യുന്ന സമയത്ത് ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു അല്ലേ, ഇയാളുടെ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ട്. അതായത് നോർമലി ഒരാളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരാൾ, ഒരു സ്കിസോഫ്രീനിയ ഉള്ള ഒരാൾ, ഓക്കെ, സ്കിസോഫ്രീനിയ ഉള്ള ഒരാളെ കൊല്ലുന്നതും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അതായത് നോർമലി ഉള്ള ഒരാൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ അയാൾക്ക് ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട് ആ കൊലക്ക്. പക്ഷെ ഈ റിയാലിറ്റി ആയിട്ടൊരു ബന്ധമില്ല, ചുറ്റുപാടുകൾ അറിയാത്ത ഒരു നിസ്സഹായനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അയാൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് ആ ക്രൈമിന്. കാരണം അയാൾ വേറൊരു മാനസികാവസ്ഥയിലായിരുന്നു ഉള്ളത്. അതാണ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തുനിന്ന് ആൾക്കാർ ഇല്ലീഗലായിട്ട് എനിക്ക് ആ സമയത്ത് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് എഴുതി വാങ്ങിയിട്ട് ഓരോ കേസിൽ നിന്ന് ഊരി വരുന്നത്. മനസ്സിലായോ? ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എനിക്കില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ശരിക്കും ഈ ലോ ഒക്കെ വന്നതും ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നതും ഒരാളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് മോശമായിട്ടുള്ള രീതിയിലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഒരുപാട് കടമ്പകൾ കടക്കണം കേട്ടോ. വെറുതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത്രയും ഹോൾഡ് വേണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും കോർട്ടിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റണം അല്ലേ. അതായത് ഒരാൾ മാനസികമായി ഓക്കെ അല്ല, സ്കിസോഫ്രീനിയ, സൈക്കോട്ടിസം, സൈക്കോസിസ് ആണ്, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ അയാൾ ഒരു കൊല നടത്തിയാൽ തന്നെ കോർട്ട് എന്ത് ചെയ്യുക, കോർട്ട് അയാളെ വെറുതെ വിടും. അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി കുറഞ്ഞതുകൊണ്ട് ചെറിയൊരു ശിക്ഷ മാത്രമേ കൊടുക്കുള്ളൂ അല്ലേ. അതാണ് ലീഗൽ ഫെയർനെസ് ഇതാക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആകും എന്നുള്ളതാണ്.
അയാൾ എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഒരു ഡിസിഷൻ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് പണിഷ്മെൻറ്റിലുപരി അയാൾക്ക് വേണ്ടത് ചിലപ്പോൾ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതുവരെ മനസ്സിലായോ? എന്ത് ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രിമിനൽ ബിഹേവിയർ ആണ്. അതായത് എന്തൊക്കെ ഫാക്ടറാണ് ക്രിമിനൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അത് ശരിക്കും എല്ലാവരും പറയുന്ന പോലെ ബയോളജിക്കൽ ഫാക്ടർ ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്, സോഷ്യൽ ഫാക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആൾ ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒരു മെൻ്റൽ ഇൽനെസ് ഉണ്ടാകുക, അല്ലെങ്കിൽ അഗ്രഷൻ, ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുക, ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആകുക, അത് അതേ ജീൻ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഇനി വരുന്ന, അതായത് നെക്സ്റ്റ് ജനറേഷനിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ആൾക്ക് ഇതുകൊണ്ട് മാത്രം ഒരാൾ അങ്ങനെ ആകുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതെങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഒരാൾക്ക് അഗ്രസീവ് ആകാനുള്ള, പെട്ടെന്ന് ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കാനുള്ള ജീൻ ഓൾറെഡി അയാളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ സപ്രസീവ് ആയിരിക്കും, അത് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ടാവില്ല. ഉള്ളിൽ ആ സിംഹം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കും. പക്ഷെ പിന്നീട് ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത്, അയാൾക്കൊരു ഇൻജസ്റ്റിസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാൾക്ക് താങ്ങാൻ പറ്റുന്നതിലൊരു പ്രഷർ വരുന്ന സമയത്ത്, ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വരിക, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് വരിക, അത് വരുന്ന സമയത്ത് ഈ ഒരു ചുറ്റുപാടുകളും ഓൾറെഡി ഇയാളുടെ ഉള്ളിലുള്ള ജനറ്റിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളും കൂടെ അതിങ്ങ് ഉണരും, അതിനെ ട്രിഗർ ചെയ്യും. എന്നിട്ടായിരിക്കും ചിലപ്പോൾ പുറത്ത് വരിക. അല്ലാതെ ജനറ്റിക്സ് കൊണ്ട് മാത്രം ഒരാൾ അഗ്രസീവ് ഒന്നും ആവൂല. ഓക്കെ, പല കാരണങ്ങളും, മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഉണ്ടാകുക. സ്കിസോഫ്രീനിയ വരാം, ചുറ്റുപാടുകൾ കൊണ്ട് വരാം. സ്കിസോഫ്രീനിയ ഈ പറഞ്ഞ പോലെ പാരൻസിൻ്റെ നെഗ്ലക്റ്റ് കൊണ്ട്, അതേപോലെ ഫാമിലി ഡിസ്റപ്റ്റ് ആണെങ്കിൽ ഒക്കെ സ്കിസോഫ്രീനിയ അതൊരു റീസൺ ആകാം. ഓക്കെ, പിന്നെ ഇതിൽ ജനറ്റിക്സ് മനസ്സിലായില്ലേ. പിന്നെ ബയോളജിക്കൽ ഫാക്ടർ, ബയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീനും നമ്മുടെ ബ്രെയിനും തന്നെയാണ് ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജീന് പറഞ്ഞു, പിന്നെ ഉള്ളത് ബ്രെയിനാണ്, ബ്രെയിനിൻ്റെ അബ്നോർമാലിറ്റീസ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഫീനസ് ഗേജ് എൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. ഫീനസ് ഗേജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ല? ഓക്കെ, അയാൾ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ഇതൊരു ഒരു കേസ് സ്റ്റഡി ആട്ടോ. വളരെ നല്ല മനുഷ്യൻ വെച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നു, അല്ലെ, നല്ല കണ്ടാലൊരു തങ്കപ്പെട്ട ഒരു തങ്കപ്പ മനുഷ്യനായിരുന്നു അയാൾ. ആൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഫീനസ് ഗേജ് എന്നാണ് ആളുടെ പേര്, അതുകൊണ്ട് തന്നെ ആ കേസിനും അതാണ് വന്നത്. അപ്പോൾ ആൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ഈ ആക്സിഡൻ്റ് ഉള്ള സമയത്ത് ആളുടെ ഈ ഫ്രണ്ട് ഏരിയയിൽ, ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ ഇതിൻ്റെ ഇടയിലൂടെ റോഡ്, കമ്പിപ്പാര കയറിയിട്ട് ഇതിലൂടെ പുറത്തു വന്നു. മനസ്സിലായോ? ഉള്ളിക്കൂടെ, തലച്ചോറിൻ്റെ ഉള്ളിക്കൂടെ ആക്സിഡൻറ്റിൽ അങ്ങനെ സംഭവിച്ചു. ഓക്കെ, എന്തോ ഒരു ഭാഗ്യത്തിന് അയാൾ രക്ഷപ്പെട്ടു. ഈ നമ്മുടെ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഇല്ലേ, ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, നമുക്കൊരു ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ഈ ഭാഗത്തൂടെ കമ്പിപ്പാര തുളഞ്ഞു കയറി ഇപ്പുറത്തൂടെ വന്ന സമയത്ത് ആളുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്തായാലും പൊട്ടിയിട്ടുണ്ടാവുമല്ലോ, അല്ലേ? തലച്ചോറ് കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ പുറത്തോട്ടൊക്കെ തെറിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാവും, പ്ലേസ് ഒക്കെ മാറിയിട്ടുണ്ടാവും, അല്ലേ? അതിന് പ്രശ്നം വന്നിട്ടുണ്ടാവും. പിന്നീട് ആളുടെ പേഴ്സണാലിറ്റി തന്നെ അങ്ങോട്ട് മാറി. ആളുടെ പേഴ്സണാലിറ്റി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വർക്ക് ചെയ്യുന്നില്ല, പെട്ടെന്ന് ദേഷ്യം പിടിക്കാൻ തുടങ്ങി, അഗ്രസീവ് ആവാൻ തുടങ്ങി. ശാന്തമായ ഈ തങ്കപ്പൻ എന്തായി മാറി? ഭയങ്കര ദേഷ്യക്കാരനായി മാറി, അഗ്രസീവ് ആവാൻ തുടങ്ങി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഈ ഒരു പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഡാമേജ് പറ്റി, അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നമ്മളെ എല്ലാ ബിഹേവിയറിനെയും, അതായത് കൈകാര്യം ചെയ്യുന്ന ബ്രെയിനിൻ്റെ പല ഏരിയാസ് ഉണ്ട്.
അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതിനൊരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമ്പൾസ് കൺട്രോൾ. നമുക്കിപ്പോൾ നോർമലി നമുക്ക് ഒരാൾ നമ്മളെടുത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ഇയാളൊന്ന് കൊടുത്താലോ എന്ന് നമുക്കിങ്ങനെ തോന്നും അല്ലേ. അത് പക്ഷെ നമ്മളത് ചെയ്യില്ല. അത് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആക്റ്റീവാണ്. പ്രീഫ്രണ്ടൽ കോർട്ടക്സ് പറയും മോളെ ചെയ്യണ്ട, ഇത് മോശമാണ്, നിനക്ക് കോൺസിക്വൻസസ് ഉണ്ടാകും, പ്രശ്നമാകും, ചെയ്യരുത് എന്ന് നമ്മൾക്ക് വാണിങ് തരും അല്ലേ. അപ്പം നമ്മൾ ഓക്കെ, എന്നിട്ട് നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് പോകും. ഇത് സിഗ്നൽ കൊടുത്തില്ലെങ്കിലോ, ഇയാളൊന്ന് അടിച്ചാലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നീ അടിച്ചോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇമ്പൾസ് കൺട്രോൾ ഇല്ല, അഗ്രഷൻ കൂടും, ഡിസിഷൻ മേക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ബ്രെയിനിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വന്നു കഴിയുമ്പോൾ സ്ട്രക്ചറിലോ ഫങ്ഷനിലോ ചെറുതായിട്ട് മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്രിമിനൽ ബിഹേവിയർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സവിത എന്തേ പറഞ്ഞോ? എങ്ങനെ എങ്ങനെ നമ്മളിന്ന് 8 മണിക്ക് തുടങ്ങിയില്ല, സാധാരണ 1 മണിക്കൂറായിരുന്നു. അല്ല, നമ്മൾ 8:30ക്കല്ലേ തുടങ്ങിയത്? 8:30ക്കാണോ തുടങ്ങിയത്? അതെ. ഓക്കെ, എനിക്കൊരെണ്ണം കിട്ടിയെന്നോ? ആരോണ്ട് എവിടുന്നോ എവിടുന്നാ കിട്ടിയത്? എങ്ങനെ? ഓക്കെ, ബ്രെയിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇനി തരംതിരിച്ച് പഠിക്കുക കേട്ടോ. ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും 2 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വരിക. ഒന്ന് നമ്മുടെ ബ്രെയിനും, വേറൊന്ന് നമ്മുടെ ജനറ്റിക്സും. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് പഠിച്ച് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ആളാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഈ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിലാണ് നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലേ, ഈ ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള എങ്ങനെ? ഓക്കെ ചോദിച്ചോ. അപ്പൊ ഈ ഡിപ്രഷൻ ഉള്ളവർക്ക് പിന്നെ ബ്രെയിനില് ഓർമ്മകൾ നഷ്ടപ്പെടുന്ന അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഫാമിലിയിൽ ഒരാളുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പൊ ഡിപ്രഷൻ വന്ന സമയത്ത് അവർക്ക് ചില സമയത്ത് വാക്കുകളൊന്നും പറയാൻ കിട്ടൂല. ഇത് നമ്മള് ക്രൈംസിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്? ആള് ക്രൈം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഡിപ്രഷനുള്ള ഒരാള് ക്രൈം ചെയ്യില്ല. ക്രൈം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഡിപ്രഷനുള്ള ആള് ക്രൈം ചെയ്യൂട്ടോ, ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പിന്നെ ഈ എസ്പെഷ്യലി പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുള്ള അമ്മമാരൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുന്നൊക്കെ കാണാറില്ലേ? ആൻഡ് ഡിപ്രഷൻ പ്ലസ് സൈക്കോസിസ് ഉണ്ട്. ഡിപ്രഷൻ പ്ലസ് സൈക്കോസിസ് ഉണ്ട്. സൈക്കോസിസ് എന്ന് വെച്ചാൽ റിയാലിറ്റി ആയിട്ട് കണക്ഷൻ പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ അവർ കേൾക്കും. എന്ന് വെച്ചാൽ നമുക്ക് വേറൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല വിശ്വാസങ്ങളും ഇവർ ക്യാരി ചെയ്യും. ഓക്കെ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് റിയാലിറ്റി ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് വേറൊരാളെ ഉപദ്രവിക്കാം എന്നുള്ളതൊക്കെ ചെയ്യും. അതിൻ്റെ ഇപ്പം എക്സാമ്പിൾ ഹലൂസിനേഷനൊക്കെ ഉള്ള ഒരാൾ എന്നെ കൊല്ലുന്ന പോലെയൊക്കെ അയാൾക്ക് തോന്നും. അപ്പോൾ അയാൾ എന്താ ചെയ്യുക? അയാൾ ആക്രമിക്കും അങ്ങോട്ടേക്ക്. ചിലപ്പോൾ ആക്രമിക്കുന്നത് വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും. അങ്ങനെയൊക്കെ ക്രൈം ചെയ്യും. ഓക്കെ, പക്ഷേ നോർമലി ഡിപ്രഷനുള്ള ആളുകൾ ക്രൈം ചെയ്യില്ല. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ റെയർ ആയിട്ടുള്ള കേസസുകളാട്ടോ പറയുന്നത്. പിന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഇതിൽ ക്രൈംസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. എന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് എതിരെ ചെയ്യുന്ന പല കാര്യങ്ങളായിരിക്കും. എമ്പതി ഉണ്ടാവില്ല, ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനൊരു പ്രശ്നം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ആൻറ്റി സോഷ്യൽ എന്ന് പറയാം. ഒരു ക്രൈം ചെയ്യുന്നതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു വയലൻസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. നമ്മൾ പൊതുവെ ഗുണ്ടകളെന്ന് വിളിക്കാറില്ലേ? നമ്മൾ പൊതുവെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ടേം യൂസ് ചെയ്താട്ടോ. നമ്മൾ ഗുണ്ടകൾ എന്ന് വിളിക്കാറില്ല, വാടക ഗുണ്ടകൾ അല്ലെങ്കിൽ അങ്ങനെ. എന്ന് വെച്ചാൽ ഒരു എമ്പതിയും ഇല്ല, ഒരാളെ ഹേർട്ട് ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ സൈക്കോപ്പതി എന്ന് പറയുമ്പം
ആൻറ്റി സോഷ്യലിനേക്കാളും എന്താ പറയുക, എമ്പതി എന്ന് പറയുന്നത് തീരെ ഉണ്ടാവില്ല. ഈ ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഒരു ഒരു മനുഷ്യനാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ ഇമ്പൾസീവായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ. ഓക്കെ, ഇതൊക്കെ സൈക്കോപ്പതികളാണ്. പിന്നെ ഇമോഷണൽ പെയിൻ ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി. ഓക്കെ, ഇതിൽ എസ്പെഷ്യലി നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഡിപ്രഷനിൽ അങ്ങനെ ക്രൈമൊന്നും ചെയ്യുന്ന കാണാറില്ല. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ പിന്നെ സിവിയർ കേസസിലൊക്കെ ചിലപ്പോൾ ആങ്കർ കൂടുതലായി, ചില ഡിപ്രഷനുള്ള ആളുകൾക്ക് ദേഷ്യം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യും, അതായത് ചിലപ്പോൾ മിക്കപ്പോഴും അറിയാതൊക്കെ പറ്റിപ്പോകുന്ന കേസസുകളൊക്കെ കാണാറുണ്ട്. പിന്നെ PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഓക്കെ, PTSD പറഞ്ഞ പോലെ ഉള്ളടക്കം മൂവി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഉള്ളടക്കം മൂവിയിൽ ആ കുട്ടിയുടെ പേര് മറന്നുപോയി. ആ കുട്ടിക്ക് PTSD ആണ്. തൻ്റെ എങ്ങനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതായത് ഒരു ട്രോമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് അത്. ഈ ഉള്ളടക്ക മൂവിയിൽ ഇപ്പം പറയുകയാണെങ്കിൽ ആളുടെ പിന്നെ അതെ എക്സാക്ട്ലി അമല എന്ന് പറയുന്ന ക്യാരക്ടറല്ല, ഒറിജിനൽ പേര്. അപ്പം ഈ അമലയുടെ മുമ്പെന്ന് കാമുകനെ ക്രൂരായിട്ട് മർദ്ദിച്ച് കൊല്ലുകയാണ്, തലക്കടിച്ച് കൊല്ലുക. അത് കണ്ട ആൾക്ക് അതൊരു ട്രോമയായിരുന്നു. പിന്നെ ആൾക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകുന്നു, ഡെലൂഷൻ ഉണ്ടാകുന്നു, എന്നിട്ട് വയലൻ്റ് ആകുന്നു, ഒരു സൈക്കോസിസിലോട്ടേക്ക് പോകുന്നു. റിയാലിറ്റി ആയിട്ട് അണേബിൾ ടു കണക്ട് വിത്ത് ദി റിയാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശബ്ദം കേൾക്കുമ്പോൾ എന്നെ ആരോ കൊല്ലാൻ വരുന്നെന്ന് തോന്നുകയല്ല, ആൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളെ ഉപദ്രവിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ശോഭനേനെ കൊല്ലുന്നുണ്ട് അല്ലേ. അത് ഈ ഒരു PTSDൻ്റെ ഭാഗമായിട്ടാണ് ലാസ്റ്റ് കൊലപാതകം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൈക്കോസിസിലൂടെ പോകുന്ന ഒരു PTSD ആണെങ്കിൽ ഇതേപോലെ എക്സ്ട്രീമിലോട്ടേക്ക് പോകുമ്പോഴൊക്കെ ക്രൈം ചെയ്യും. പക്ഷെ ദർ ഈസ് എ ക്ലിയർ ഒരു പ്രോപ്പർ ഒരു റീസൺ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ കേസിലൊക്കെ പലപ്പോഴും അവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞില്ലേ, ലീഗൽ ക്രൈം റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും. കാരണം അവർക്ക് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ സ്വബോധം ചെയ്യുന്നതല്ല, ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ഇതിൽ മൂന്നാമത്തെ ആളാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഓക്കെ, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, ദാരിദ്ര്യാവസ്ഥ, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെ, ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ക്രൈം ചെയ്യും. കളവ്, മോഷണമൊക്കെ നടത്തപ്പോഴാണ്, അതായത് ആ ഒരു സമയത്ത് ദാരിദ്ര്യം. പിന്നെ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളിൽ ക്രൈം റേറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇവർ ചെയ്യുന്നത് പലപ്പോഴും സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും, ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കും ക്രൈം ചെയ്യുന്നത്. ബട്ട് ഒരു മോഷണം നടത്തുന്നത് ആഫ്റ്റർ ഓൾ ഒരു ക്രൈം തന്നെയാണ്. പക്ഷെ എന്നാലും സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ ചില ആളുകൾ പിയർ പ്രഷർ ഉണ്ടാകും. നമ്മൾ പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ, ഞാൻ ഇവനെ അടിച്ചില്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്താ വിചാരിക്കുക? സൗണ്ട് കുറവുണ്ടോ? ഓക്കെ, അപ്പോൾ പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ ഷഹബാസിൻ്റെ കേസ് എടുക്കാം. ഇപ്പോൾ റീസെൻ്റല്ല കുറച്ചായി. അപ്പോൾ അവിടെയും ഒരു പിയർ പ്രഷർ ഉണ്ട് അല്ലേ. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ഞാൻ അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ അവരെന്നെ കൂട്ടത്തിൽ കൂട്ടില്ലല്ലോ, അവർ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്യണമല്ലോ. പിന്നെ അത് മാത്രമല്ല, ആൾക്കാർ കൂടുമ്പോൾ ധൈര്യം കൂടും. അതേ കാര്യം ഒറ്റക്ക് അയാൾ ചെയ്യില്ല. ഇപ്പോൾ കുട്ടികളെ കേസ് ആരും എടുത്താണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ധൈര്യം കുറവായിരിക്കും. ആൾക്കാർ കൂടുമ്പോൾ ആ ഒരു ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി, ധൈര്യം കൂടും, കറേജ് കൂടും. അപ്പോൾ പിയർ പ്രഷർ ഒരു ഫാക്ടറാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫാമിലി ഡൈനാമിക്സ്. ഫാമിലി എൻവയോൺമെൻറ്റ് ഡിസ്ഫങ്ഷണൽ ആണെങ്കിൽ അത് ആ കുട്ടിയിൽ ദേഷ്യം ഉണ്ടാക്കാനും കുട്ടിയുടെ ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ വേറെ രീതിയിലോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ആളുടെ പേഴ്സണാലിറ്റി മാറാൻ ചാൻസ് ഉണ്ട്. അത് ഡിസ്ഫങ്ഷണൽ ഫാമിലി എൻവയോൺമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ ഒരു മൂവി എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതൊരു തമിഴ് മൂവിയാണ്. ആളുടെ പക്ഷെ അത് എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കാണാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലി എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എപ്പോഴും വഴക്കാണ് വീട്ടിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ്, അല്ലെങ്കിൽ കുട്ടിയെ എപ്പോഴും ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്, കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല,
കുട്ടി വളർന്നു വരുന്നത് ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ അതൊരു ക്രൈമിലോട്ടേക്ക് എത്തിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വഴക്ക് പറയുന്ന സമയത്ത് പാരൻസിനെ കണ്ടിട്ടാണ് എപ്പോഴും കുട്ടികൾ പഠിക്കുക. പാരൻസ് ഇങ്ങനെ മോഡലിംഗ് ചെയ്യും. എത്രത്തോളം മോഡലിംഗ് ചെയ്യുമെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി വേർഡ്സ്, ഈച്ച് ആൻഡ് എവറി ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ഇമോഷൻസ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് വഴക്കിലൂടെയാണെന്നുള്ളത് കുട്ടികൾ പഠിക്കുന്നത് ചിലപ്പോൾ പാരൻസിനെ കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യേണ്ടത് അഗ്രഷനിലൂടെയാണ്, ആങ്കറിലൂടെയാണ്, വയലൻസിലൂടെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കും. ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്രിമിനൽ സൈക്കോളജിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മുടെ നെയ്ബർഹുഡ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും കത്തിയും തോക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു മോഷണം നടക്കുന്ന ഒരു ഏരിയയിലാണ് എപ്പോഴും ഒരു കുട്ടി വളരുന്നത്. അപ്പം ആ കുട്ടിക്ക് ഒരാൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാകും അല്ലേ? മോഷ്ടിക്കുന്ന ഒരു തെറ്റല്ല എന്നുള്ള രീതിയിലായിരിക്കും ആ കുട്ടി വളർന്നു വരിക. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ആളുടെ ചുറ്റുപാട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയാണ് വളർന്നു വരിക. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ക്രൈം റേറ്റുള്ള ഏരിയ ആണെങ്കിൽ അവിടെയുള്ള കുട്ടികളും ആൾക്കാരും ഭയങ്കര നോർമലൈസ് ചെയ്യും ക്രൈമിനെ. ഓക്കെ, എങ്ങനെ നോർമലൈസ് ചെയ്യുമെന്ന് വെച്ചാൽ സ്മോക്കിങ്ങിനെ നമ്മൾ നോർമലൈസ് ചെയ്തില്ലേ? ഒരുപാട് ആളുകൾ സ്മോക്കിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സ്മോക്കിങ്ങിനെ നോർമലൈസ് ചെയ്തു. അതെ, പക്ഷെ അതൊരു ഡ്രഗാണ്. ഇതാണ് ഇതിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റോളാണുള്ളത്. റോള് നമ്മൾ എടുത്താൽ എന്ന് തീരില്ല. എനിക്കൊന്ന് റോള് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താലോ? ഇതുവരെ എങ്ങനെയുണ്ട്, മനസ്സിലായോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ കേട്ടില്ല നസി, എന്താ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ? നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ളത് ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിൻ്റെ റോള് എന്താണ് എന്നുള്ളതാണ്. ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതിലൊരു ക്രിമിനൽ സൈക്കോളജിസ്റ്റിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടെ വേറൊരു എക്സ്പ്ലനേഷനിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ റോള് എന്ന് പറയുന്നത് ഒഫൻഡേഴ്സിനെ അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒഫൻഡേഴ്സിനെ അസസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്ന് അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എത്രത്തോളം അവർക്ക് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അവരുടെ ഒരു മാനസിക അവസ്ഥ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മെഷർ ചെയ്തിട്ട് അവർ റെസ്പോൺസിബിൾ ആണോ, ആ ഒരു ക്രൈമിന് എത്രത്തോളം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് മെൻ്റൽ സ്റ്റേറ്റ്. ഇനി അതിൻ്റെ തന്നെയാണ് ഇൻസാനിറ്റി ഡിഫൻസ് വരുന്നത്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ സ്കിസോഫ്രീനിയ ഉള്ള അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരു വ്യക്തിയാണ് ഒരു കൊല നടത്തിയതെങ്കിൽ ആൾക്ക് ശിക്ഷ കൊടുക്കാൻ, നോർമൽ ഒരു വ്യക്തി കൊല നടത്തിയതുപോലെ ശിക്ഷ കൊടുക്കാൻ ജസ്റ്റിസ് സിസ്റ്റത്തിന് പറ്റില്ല. കാരണം അയാളുടെ മാനസികാവസ്ഥ വേറെ ആയിരുന്നു അല്ലെ? അയാൾ സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയാൾക്ക് റിയാലിറ്റി ആയിട്ട് കണക്ഷൻ ഇല്ല, ഹെലൂസിനേറ്റഡ് ആണ്, ഡെലൂഷൻ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. അവരുടെ ആക്ഷൻ്റെ കോൺസിക്വൻസസ് അൺഅവെയർ ആയിട്ട് അതറിയാതെ ആ ഒരു ക്രൈം ചെയ്ത ആൾക്കാരായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് മിസ്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതാണ് ആ ഒരു ഒഫൻഡേഴ്സിൻ്റെ എത്രത്തോളം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. ഇത് രണ്ടും നിങ്ങൾ ഒന്നാക്കിയിട്ട് എഴുതിയാലും മതി. ഓക്കെ, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത് മനസ്സിലാക്കി ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതിയാലും മതി കേട്ടോ. രണ്ടാമത്തത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസാണ്. അതിൽ നമ്മൾ നമ്മുടെ ക്രിമിനൽസിൻ്റെ പ്രൊഫൈലിംഗ് ഉണ്ടാക്കും. ഒരാളുടെ പ്രൊഫൈൽ നമുക്കറിയാലോ, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അയാളുടെ പ്രൊഫൈൽ ഉണ്ടാവും. പക്ഷേ ഈ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പായിരിക്കും. അയാളുടെ മോട്ടിവേഷൻ എന്തായിരുന്നു, അയാളുടെ തോട്ട് പ്രോസസ്സ് എന്താണ് ക്രിമിനൽസിൻ്റെത് അല്ലേ? അപ്പോൾ അതേപോലെ എസ്പെഷ്യലി സീരിയൽ ഒഫൻഡേഴ്സ് ഉണ്ടാവില്ലേ, സീരിയൽ കില്ലേഴ്സിൻ്റെ ഒക്കെ
അവർക്കൊരു പാറ്റേൺ ഉണ്ടാകും. ആ പാറ്റേൺ എന്താണ്, അവരുടെ ഒരു മോട്ടീവ് എന്തായിരുന്നു. ചില ആൾക്കാർ ട്രോഫിയൊക്കെ വെക്കും, ചില ആൾക്കാർ തലയായിരിക്കും. ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ അവർ ഈ ഒരു കൊല നടത്തി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി അവർ കൊല നടത്തിയ ആളുടെ, കൊല്ലപ്പെട്ട ആളുടെ ഏതെങ്കിലും ശരീരത്തിൻ്റെ അവയവം അവരെന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. ചിലപ്പോൾ തലയായിരിക്കും കീപ്പ് ചെയ്യുക, ചില ആളുകൾ ലൈംഗിക അവയവം കീപ്പ് ചെയ്യും, കൈ വിരളൊക്കെ കീപ്പ് ചെയ്യും. പല ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്രൊഫൈലിംഗ് ഉണ്ടാക്കും ഈ ക്രിമിനൽസിനെ പറ്റിയിട്ട്. അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ബിഹേവിയറൽ അനാലിസിസ് ഉണ്ടാക്കും. അതായത് ഒരാൾ കൊല നടത്തിയത് ഈ രീതിയിലാണ്. എസ്പെഷ്യലി ഒരു സീരിയൽ കില്ലേഴ്സിന് ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ടാവും. ചിലപ്പോൾ കഴുത്ത് ഞെരിച്ചിട്ടായിരിക്കും കൊല്ലുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ രാക്ഷസ മൂവിയിൽ കണ്ടിട്ടുണ്ട് അല്ലേ, അതിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്. കൊലപാതകം നടത്തുന്നതിന് സ്കൂളുകളിലോട്ടേക്ക് പോകുന്നു, അവിടെ മാജിക് ഷോ നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ വിളിക്കുന്നു. അതും ആ ഒരു ഏജ്, പർട്ടിക്കുലർ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ, ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളാണ് വിളിക്കുന്നത്. അവിടെ മാജിക് ഷോ നടത്തി ആ വിളിക്കുന്ന കുട്ടിയെയാണ് ഒരു പാവ കൊടുക്കുന്നു അല്ലേ. ആ പാവ കൊടുത്തിട്ട് ആ പാവ ഒരു വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ആ കുട്ടി കൊല്ലപ്പെടും എന്നുള്ളതാണ്. അത് ക്രൂരമായിട്ട് മുടിയൊക്കെ വലിച്ച്, അതായത് ഓരോ എങ്ങനെ അതൊരു ക്രിമിനൽ ബേസ്ഡ് തന്നെ. അഞ്ചാം പാതിര കുഞ്ചാക്കോബോബന്റെ ഒരു അതെ അതെ, അതും ആളും ഒരു അതെ അതെ അതെ, അതായത് ഒരേ പാറ്റേണിലായിരിക്കും. സീരിയൽ കില്ലേഴ്സ് ആണെങ്കിൽ അവരുടെ ഒരേ പാറ്റേണിലായിരിക്കും. അപ്പോൾ അവർക്ക് പർട്ടിക്കുലറായിട്ട് അവരുടേതായിട്ടുള്ള ഒരു റീസൺസും ഉണ്ടാവും. റീസൺസ് എന്നല്ല, നമ്മൾ ഇതിനെ മോട്ടീവ്സ് എന്നാണ് വിളിക്കാം. ഓക്കെ, അപ്പോൾ സീരിയൽ കില്ലിങ്ങിൻ്റെ എല്ലാ സ്റ്റോറീസ് എടുത്ത് നോക്കിയാലും അങ്ങനെ കാണാൻ പറ്റും. ഇപ്പം രാക്ഷസല്ലാണെങ്കിലും എന്തുകൊണ്ടാണ് ഒരു കുട്ടിയുടെ പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ് അയാൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ സ്നേഹിച്ച കുട്ടി അയാളെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ മോശമായി സംസാരിച്ച കുട്ടിയുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ് കൊണ്ടുപോയി കൊലപാതകം ചെയ്യുന്നത്. അതായിരുന്നു അയാളുടെ മോട്ടീവ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമുക്ക് അയാളുടെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് അയാൾ എങ്ങനെ സീരിയൽ കില്ലിങ്ങിന് മാത്രല്ലാണ്ട് മോഷണത്തിലും സെയിം ആ പാറ്റേൺ. അതെ 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 അതെ, എല്ലാത്തിനും ഓരോ മറ്റേ ചില ആളുകൾക്ക് ഓട് തുളച്ച് കയറുന്ന കള്ളന്മാരുണ്ടാവും, പൂട്ട് പൊട്ടിച്ച് പോകുന്ന കള്ളന്മാരുണ്ടാവും. ഓരോ ബിഹേവിയറൽ പാറ്റേണാണ്. ഈ പിന്നെ പോലീസ് എങ്ങനെ ഇവരെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഹേവിയറൽ പാറ്റേൺ ഇപ്പോൾ ഒരു വീട്ടിലൊരു മോഷണം നടത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇവരുടെ പ്രൊഫൈല് നോക്കും. ഓക്കെ, സാധാരണ നോർമലി ഈ കള്ളൻ ചെയ്യുന്ന പാറ്റേൺ ഇതാണ്, അപ്പോൾ ഇയാളല്ല അത് ചെയ്തത്, ഓട് പൊളിച്ചിട്ട് കയറുന്ന കള്ളനല്ല ഇത്. ഓക്കെ, നോർമലി ഒരാൾക്കൊരു പാറ്റേൺ ഉണ്ടാകും, ആ പാറ്റേണിലായിരിക്കും അയാൾ ചെയ്യുക. ആ പാറ്റേൺ അല്ലാതെ ഡിഫറെൻറ്റ് പാറ്റേൺ ആകുമ്പോൾ പറയും ഇതല്ല കള്ളൻ വേറെ ആരോനാണെന്ന്. അല്ലാതെ മൂവീസിൽ നമ്മൾ ഇടയ്ക്ക് കാണുന്നതാണ്. അവർ ആ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ക്രിമിനൽ സൈക്കോളജിസ്റ്റുകൾ അവരുടെ റോൾ അതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി 2 കാര്യങ്ങൾ നമുക്ക് അവരുടെ റോള് പഠിക്കുമ്പോൾ പറയാനുള്ളത്. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസാണ്. റിഹാബിലിറ്റേഷനിലാണ് പൊതുവെ അവരെ അയക്കാറുള്ളത്. അവരെ കുറച്ച് കാലം അവിടെ നിർത്തി അവരുടെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന് പറയുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ അവരുടെ കോസസ് കണ്ടുപിടിക്കുക ചെയ്യാം. അവരുടെ ക്രിമിനൽ ബിഹേവിയർ ആങ്കർ ആണോ, സബ്സ്റ്റൻസ് അബ്യൂസ് ആണോ, ട്രോമയാണോ. ഇപ്പോൾ രാക്ഷസനാണെങ്കിലും അഞ്ചാം പാതിരയാണെങ്കിലും ഒക്കെ ട്രോമ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഒരു ട്രോമ അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രോമയെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാവുക. പിന്നെ തെറാപ്പിയാണ്. തെറാപ്പി എന്ന് പറയുമ്പോൾ ഈ ട്രോമയാകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തോട്ടായിരിക്കും. അവരുടെ തോട്ട് എന്ന് പറയുന്നത് ഈ ലോകം എന്നെ ഒറ്റപ്പെടുത്തുന്നതാണ്, ഈ ലോകത്ത് ആരും നല്ലതല്ല, എല്ലാവരും ഫേക്കാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചില ആളുകളുടെ തോട്ട് പാറ്റേൺ. അപ്പോൾ അതിലൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ അവസ്ഥ അങ്ങനെ ട്രീറ്റ്മെന്റിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുമോ? അല്ല, ക്രിമിനൽ ബിഹേവിയേഴ്സ് അത് അവരുടെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും, ട്രോമയുടെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും. വൺസ് അവർക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുന്ന കേസസുകളുണ്ട്, പറ്റാത്ത കേസസുകളുണ്ട്. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇവരൊക്കെ റെഡിയാവും. ഓക്കെ, പിന്നീട് വീണ്ടും ഒരു ട്രിഗർ വരുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് പറഞ്ഞ പോലെ ഒക്കെ മതിയായി നിർത്തിപ്പോവും. എന്നിട്ട് ഒരു ഫ്രണ്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വീണ്ടും ചെയ്യും. ഇതേപോലെ ആയിരിക്കും ക്രിമിനൽസിൻ്റെ കാര്യം.
അവരൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ലൈഫിൽ വീണ്ടും എന്തെങ്കിലും ഒരു അതിനെ റിമൈൻഡ് ചെയ്യിക്കുന്ന അതിന് സാമ്യമുള്ള എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ വരുന്ന സമയത്ത് അവരെ വീണ്ടും ട്രിഗറാക്കും. എന്നിട്ട് വീണ്ടും അവർ കൊലപാതകം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മോഷണം നടത്തും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ റിക്കവർ ആവുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇവർ ഒത്തിരി സഹകരിച്ച് തരില്ല, അത് സത്യമാണ്. ഈ ക്രിമിനൽ എസ്പെഷ്യലി സീരിയൽ കില്ലേഴ്സ് കുറച്ചുകൂടെ ക്രൈം ഉള്ള ഒരാളാണെങ്കിൽ എങ്ങനെ പക വീട്ടുന്നവര് ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ മാത്രം അങ്ങോട്ട് ഉപദ്രവിക്കുന്ന അങ്ങനത്തെ കേസസ് ഉണ്ടാവില്ലേ? അതെ അതെ, അത്തരത്തിലുള്ള കേസസും ഉണ്ടാകും. അതൊക്കെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് പോകും. അത് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഏരിയയിൽ മാത്രമല്ല അത് ഒതുങ്ങുന്നത്, ലീഗൽ സിസ്റ്റവും കൂടെ വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരുപാട് പൈതുകളും ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇതെങ്ങനെയാണ് ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ, ഓക്കെ, ഇതൊരു കോർട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഒന്നാമത്തത് ടെസ്റ്റ് മണി, എക്സ്പെർട്ട് ടെസ്റ്റ് മണിയാണ്. നമ്മൾ മൊഴി കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ എസ്പെഷ്യലി ഫോറിൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഇവരൊക്കെ ടെസ്റ്റ് മണി കൊടുക്കും കോർട്ടിൽ. അതായത് ഡിഫൻഡേഴ്സിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഇങ്ങനെയായിരുന്നു. ഈ ടെസ്റ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ പൈസ എറിഞ്ഞു കൊടുത്തിട്ട് മെല്ലെ ഊരിപ്പോരുന്നത് കേസിൽ നിന്നൊക്കെ. ഓക്കെ, അയാൾ ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് മണിയാണ് ഡിറ്റർമിൻ ചെയ്യുക വേർഡിക്റ്റ് ആൻഡ് സെൻറ്റൻസിങ് എന്നുവെച്ചാൽ രണ്ടും സെയിം ആണ്. ഒരാൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടയോ, അതാണ് സെൻറ്റൻസിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഒരാൾക്ക് അയാളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു, അയാൾക്ക് ഉത്തരവാദിത്തം ഇല്ല, ആളുടെ മാനസികാവസ്ഥ വേറൊരു മാനസികാവസ്ഥയായിരുന്നു, അതുകൊണ്ട് അയാൾക്ക് പണിഷ്മെൻറ്റ് നോർമലി കൊടുക്കുന്ന പണിഷ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കൺക്ലൂഷനിലോട്ടേക്ക് എത്തുന്നത് ഈ എക്സ്പെർട്ട് ടെസ്റ്റ് മണി, ഈ സൈക്കോളജിസ്റ്റുകൾ കൊടുക്കുന്ന ടെസ്റ്റ് മണീൻ്റെ ബേസിസിലാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഇൻവെസ്റ്റിഗേഷൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഫൈലിംഗ് ബിൽഡ് ചെയ്യും, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ ബിൽഡ് ചെയ്യും, അവരുടെ ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കള്ളന്മാരാണെങ്കിൽ അവർ ഏത് വീട്ടിലോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്, ചില കള്ളന്മാർ ചില പെർട്ടിക്കുലർ അവർക്കൊരു പാറ്റേൺ ഉണ്ടാവും, ആ ഒരു ടൈപ്പിലുള്ള വീട്ടിലോട്ടേക്കായിരിക്കും അവർ പോകുന്നുണ്ടാവുക. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, പോലീസിനും ഇതിനൊരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അവർക്ക് സെൻറ്റൻസിങ് ആൻഡ് റിഹാബിലിറ്റേഷൻ. അപ്പോൾ ഈ ക്രിമിനൽ സൈക്കോളജിസ്റ്റ് എപ്പോഴും പ്രിഫർ ചെയ്യുക അവർക്കൊരു പണിഷ്മെൻറ്റ് എന്നുള്ളതിലുപരി ഒരു ട്രീറ്റ്മെൻറ്റ് ഫോക്കസ്ഡ് സെൻറ്റൻസിങ്ങാണ്. ഈ സെൻറ്റൻസിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പോലെ അവരെ പണിഷ് ചെയ്യണോ, ജയിലിലോട്ടൊക്കെ പറഞ്ഞേക്കണോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലസ് ഒരു പണിഷ്മെൻറ്റ് പോലെയാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുക. എപ്പോഴും പണിഷ്മെൻറ്റ് മാത്രമല്ല ഫോക്കസ് ചെയ്യുക, അവരുടെ ഇഷ്യൂസ്, മെൻ്റൽ ഇൽനെസ്, ട്രോമ ഇതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുക റീഹാബിലിറ്റേഷനാണ്, ട്രീറ്റ്മെൻറ്റിനാണ് ഏതിനേക്കാളും കൂടുതൽ, പണിഷ്മെൻറ്റിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റൈസ് കൊടുക്കുക റീഹാബിലിറ്റേഷൻ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ മിസ് നമ്മളൊരു മമ്മൂട്ടിയുടെയും അപർണയുടെയും കൂടി ഒരു മൂവിയില് അവൻ ജയിലിലായിരുന്നു, കുറ്റവാളിയായിട്ട് ജയിലിലാണ്. പക്ഷെ ഇവളൊരു ജേർണലിസ്റ്റ് ആയിട്ട് അവന്റെ പിന്നാലെ തന്നെ അങ്ങനെ ആയിട്ട് അവൻ ആ സപ്രസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റിൽ അവന്റെ ആ പെണ്ണിന്റെ തലക്കിട്ടിച്ച് കൊല്ലുന്ന ഒരു മൂവിയില്ലേ, ഇപ്പൊ അടുത്തിറങ്ങിയതാ, ഇന്ദ്രൻസ് ഒക്കെ ഉണ്ടായില്ലേ, കുറച്ച് മുന്നേ ഉള്ളതല്ലേ? കുറച്ച് മുന്നേ ഉള്ളതാണ്. അവന്റെ പിന്നാലെ അവൻ അത്രയും നീറ്റായിട്ട് നടന്നിട്ട് ലാസ്റ്റ് സഹി ഇല്ല, ഞാൻ കണ്ടില്ല ആ മൂവി. അയ്യോ, അത് സൂപ്പർ മൂവി കേട്ടാ കാണണം. അത് കണ്ടിട്ട് 2-3 ദിവസം എന്റെ കെട്ടിയാനെ വരക്കെ പേടി. ആ മൂവി ഞാൻ കണ്ടില്ല, എന്നാലും കണ്ടിട്ടില്ല ആ മൂവിയുടെ പേരെന്തായിരുന്നു? സൂപ്പറാണ്. ഞാൻ ലിങ്ക് നിങ്ങളൊരു ലിങ്കിന്റെ ആളാണല്ലേ. മൂവി എല്ലാ മൂവിയും കാണും. ഞാൻ കണ്ടില്ല, എന്നാലും ഞാൻ കണ്ടില്ല. മുന്നറിയിപ്പ്. ഓക്കെ, ഞാൻ കണ്ടിട്ടില്ല അത്. ഇപ്പൊ 2 സിനിമ പെൻഡിങ് ആയല്ലേ കാണാന്. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഈ ചാപ്റ്റർ? എങ്ങനെയുണ്ട്? നല്ല ഇഷ്ടായി, നല്ല രസമുണ്ട്. ഓക്കെ. ഇതിലേതെങ്കിലും ക്ലിയർ ആവാത്ത ഏരിയ ഉണ്ടോ? പഠിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പഠിക്കല് നിങ്ങൾ പഠിക്കണം. എക്സാമിന് എങ്ങനെ